നമ്മളൊരു സ്പെഷ്യൽ കറി ഒരു സോയാബീൻ കറി ഉണ്ടാക്കാം. നമുക്ക് ഇറച്ചി വയ്ക്കുന്നത് പോലെ ഒരു ചാറ് കറി കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാതാണ് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. തക്കാളി, ഉരുളക്കിഴങ്ങ്, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് സോയാബീൻ ഞാൻ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് സോഫ്റ്റ് ആകാൻ വേണ്ടി. നമ്മൾ വെള്ളത്തിട്ട് വയ്ക്കുമല്ലോ സോഫ്റ്റ് ആകാനായിട്ട്, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മസാലയൊക്കെ ചേർത്ത് ഒരു അടിപൊളി കറി ഉണ്ടാക്കാവേ. എണ്ണ ഒഴിച്ച് കൊടുക്കുക ആദ്യം. നമുക്ക് അടിപൊളി സോയാബീൻ കറി ഉണ്ടാക്കിയാലോ. നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് സോയാബീൻ കറിയൊക്കെ ചോറിന് കൂട്ടുന്നത്, ചോറിനിങ്ങനെ ഒഴിച്ച് കൂട്ടുന്നത്. നിങ്ങളൊക്കെ വയ്ക്കാറുണ്ടോ? സോയാബീൻ കറിയായിട്ടാണോ ഫ്രൈ ആയിട്ടാണോ? ആദ്യം കടുക് പൊട്ടിക്കാവേ. കടുക് പൊട്ടിച്ചിട്ട് കഴുകി വെച്ചിരിക്കാം. ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് മസാല കൂട്ടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഒത്തിരി ചേർക്കണ്ട, ശകലം ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് ചേർക്കാനുണ്ട്. മസാലക്കൂട്ട് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണേ. ശേഷം നമുക്ക് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നല്ല ഇത് മുഴുത്ത സോയാബീനാണ്. 2 സൈസ് സോയാബീൻ നമുക്ക് കിട്ടുമല്ലോ, ചെറുത് കിട്ടും വലുതും കിട്ടും. അപ്പം ഞാൻ ചാറ് കറിക്കാകുമ്പോഴത്തേനും ഞാൻ വലുതാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെ ചെറിയ ഫ്രൈ ചെയ്യാനായിട്ടായിട്ടുള്ള അതൊന്നും ചെറുത് വാങ്ങിക്കാറുണ്ട്. അപ്പം ചാറ് കറിക്ക് എപ്പോഴും നല്ല ചോറിന് കൂട്ടാൻ നല്ലതാണ്. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത്. അതിനുശേഷം ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇച്ചിരി വേകണമല്ലോ, നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, നമുക്ക് തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടി ഇതിൻ്റെ വെള്ളം പറ്റാനുണ്ട്. വെള്ളം പറ്റി കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി കറിയായിരിക്കും. ചോറിന് കൂട്ടാനായിട്ട് നല്ലതാണ്. കോളിഫ്ലവർ സിമ്പിളായിട്ട് ഒരു കറി. അപ്പോൾ കോളിഫ്ലവർ ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നന്നായിട്ട്. അങ്ങനെയാണോ എല്ലാവരും കോളിഫ്ലവറൊക്കെ എടുക്കുന്നത്? നമ്മളെപ്പോഴും അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വേണം കോളിഫ്ലവറൊക്കെ എടുക്കാൻ. അതിനകത്ത് ഈ പുഴുവും കീടനാശിനികളൊക്കെ കാണും. നമുക്ക് ഉള്ളി അതും നമ്മുടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കോളിഫ്ലവറിൻ്റെ കൂടെ ഇങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. കോളിഫ്ലവറിൻ്റെ നമുക്ക് ചാറായിട്ടും വയ്ക്കാം. അതുപോലെ തന്നെ ഞാനിപ്പം ഡ്രൈ ആയിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ. കോളിഫ്ലവർ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇത് ചേർക്കാനുണ്ട്. ഞാൻ ഒത്തിരി മസാലകളും ചേർക്കുന്നില്ല. കുറച്ച് മുളക് പൊടി ആണ് ഞാൻ കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ശകലം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കണം. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്ര കൂട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഡ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും.